ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു അടിപൊളി കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എന്താ കുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ഒരു ചെറുപയറുണ്ടല്ലോ, അത് പെട്ടെന്ന് കറി വയ്ക്കുക. അപ്പോൾ ഈ ജോലിക്ക് പോണവരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ പെട്ടെന്ന് ഒരു കറി വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് ഇടുക, അതിന് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ചെറുപയർ കറി വയ്ക്കാനായിട്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിട്ടുള്ളത്. ഞാൻ പെട്ടെന്ന് നമുക്കിപ്പോൾ തലേ ദിവസം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ല ചെറുപയർ എന്നുണ്ടെങ്കിൽ, കുറച്ച് നേരം ഒന്ന് നമ്മൾ കറി വയ്ക്കാൻ പോകുന്നതിൻ്റെ ആ കഷ്ണങ്ങളൊക്കെ നുറുക്കിയെടുക്കുന്ന സമയത്ത് ഒന്ന് ഇട്ട് വയ്ക്കുക. എന്നതിന് ശേഷം നമുക്കിതുപോലെ കുക്കറിൽ തയ്യാറാക്കാവുന്നതാണ്. ഞാനപ്പോൾ ഒരു 2 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഈ പയർ കറിയൊക്കെ വയ്ക്കുമ്പോൾ ഗ്യാസ് ഉണ്ടാവും, അപ്പോൾ അതില്ലാണ്ടാക്കാനായിട്ട് 2-3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് നടുകെ കീറി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ പുളി ഞാൻ വാളംപുളി ഒഴിക്കണില്ല, 2 തക്കാളി ഇട്ടിട്ടാണ് ഇന്ന് കറി വയ്ക്കാൻ പോകുന്നത്. അടിപൊളി ടേസ്റ്റാണ്, വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. 5 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ കറി തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ചെറുപയറിൻ്റെ കൂടെ എന്ന് പറയുന്നത് കുമ്പളങ്ങയാണ്. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ട് ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ കുമ്പളങ്ങ നുറുക്കി അവിടെ വെച്ചിട്ടുണ്ട്. ആ കുമ്പളങ്ങയും കൂടി ഞാൻ ഈ ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സവാളയും അതുപോലെ തക്കാളിയും എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കുമ്പളങ്ങയും കൂടി ചേർത്ത് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ഞാൻ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, അത് നമ്മുടെ എരിവിന് ആവശ്യത്തിന്. പിന്നെ 1 സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം വേണ്ട, നമ്മൾ കുക്കറിലാണ് വേവിക്കുന്നത്, അപ്പോൾ അതിന് വെള്ളം വരും. പിന്നെ അതുപോലെ ഇതൊരു കുറുകിയ കറിയാണ്, ഒരുപാട് ചാറായിട്ടല്ല ഞാൻ ഈ കറി വെക്കുന്നത്. ഒരു കുറുകിയ കറി കൂടിയാണ്. അപ്പം നമുക്ക് ചോറിനും അതുപോലെ തന്നെ ചപ്പാത്തിക്കും ഒക്കെ നമുക്ക് ഈ നൂൽപുട്ട് അങ്ങനെയുള്ള പലഹാരങ്ങൾക്കും നമുക്ക് ഈ ഒരു കറി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഒരു വിസിൽ വെക്കുക. അപ്പോഴേക്കും നമുക്ക് ഒരു തേങ്ങാമുറി അരച്ചെടുത്തിട്ട് വരാം. അതിനായിട്ട് ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, അതൊന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ ഇതിലേക്ക് വേറെ ജീരകം ചേർത്തണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക്, ആ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ചേർത്താം, അല്ലാത്തവർക്ക് അത് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇത് ചേർത്തിട്ടില്ല, ജീരകം ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ഇവിടെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കിനും അവിടെ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഒരു വിസിൽ മാത്രം മതിയാകും. ഒരു വിസിൽ വന്നിട്ട് നമുക്ക് ഈ കറി ഒന്ന് തുറന്ന് നോക്കാം. അതിൻ്റെ ആ ഒരു പ്രഷർ പോയതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ ഈ രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് വെള്ളം കുറവുണ്ട്, അപ്പോൾ ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നതിന് ശേഷം മാത്രം നമ്മൾ തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ ചേർത്തിട്ട് അതിൻ്റെ ആ ഒരു ജാറിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു തിക്കൻസിലാണ് കിട്ടി. ഒരുപാട് ചെറുപയർ കറി വെക്കുമ്പോൾ എപ്പോഴും കുറച്ച് തിക്കൻസ് വേണം, അല്ലെങ്കിൽ ആ കറി ടേസ്റ്റ് ഉണ്ടാവില്ല. പയർ വേറെ ചാറ് വേറെ ആയിട്ട് നിൽക്കും. അതുകൊണ്ടാണ് തിക്കിൽ വെക്കാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ കറി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കറിയിലേക്ക് താളിപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നോമ്പിൻ്റെ അത്താഴത്തിന് ചൊടിയില്ല എന്ന് വിചാരിക്കും, പക്ഷേ നമ്മൾ ഈ ഒരു കറീൻ്റെ കൂടെ ഒരു മീൻ വറുത്തതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് നന്നായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. പിന്നെ പലഹാരമാണെങ്കിൽ പിന്നെ വേഗം തന്നെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാനിതിലേക്ക് ഒരു താളിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ തന്നെ ചേർക്കാൻ നോക്കുക താളിക്കുമ്പോഴൊക്കെ, നാടൻ കറികളാണല്ലോ. അപ്പോൾ ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയുള്ളി അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 വറ്റൽമുളകും നമ്മുടെ കറിവേപ്പിലയും കൂടെ ചേർത്തൊന്ന് നന്നായി ഒന്ന് മൂപ്പിക്കാം. ഈ ഒരു കറിവേപ്പില അതുപോലെ വറ്റൽമുളകൊക്കെ ചേർത്തുമ്പോൾ നല്ല മണമാണ് താളിക്കുമ്പോൾ എപ്പോഴും. അപ്പോൾ അത് നമ്മുടെ ഈ കറിയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നതിന് ശേഷം കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് നോക്കുക. എന്നിട്ട് തുറന്ന് നോക്കിയാൽ ഇതുപോലെ കറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് 5 മിനിറ്റിനകം നമ്മൾ തയ്യാറാക്കിയതാണ് ഈ ഒരു കറി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ.